ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ധ്രുവനെയും അതുപോലെ തന്നെ അജിത്തിനെയും ജോജുവിനെയാണ്. അപ്പോൾ ഇവന്മാർ നേരെ ചെന്ന് ഇവന്മാരെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാനായിട്ടാണ് നമ്മുടെ അജിത്തും ജോജുവും കൂടെ പോണത് കേട്ടോ. അപ്പോൾ വേഗം തന്നെ എടാ, ഇനിയിപ്പോൾ നീ ഞങ്ങളുടെ ഇരട്ടത്തിയമ്മേനെ തട്ടിക്കൊണ്ട് പോയിട്ട് ഒന്നും അറിയാത്ത പോലെ നടക്കണില്ലടാ, ഇനി നിൻ്റെ കാര്യം പോലീസ് നോക്കിക്കോളും എന്ന് ഇങ്ങനെ പറയാണ്. നീ ഇനി പോലീസ് സ്റ്റേഷനിൽ വന്ന് വിളമ്പിയാൽ മതി. ഡേ ആയിത്തേട്ടാ, ചോദിച്ചേട്ടാ, നിങ്ങൾ പോലീസുകാരുടെ പണിയെടുക്കണ്ട, വിട്ടു പോവാൻ നോക്ക് എന്ന് പറഞ്ഞു. അതായിരിക്കും കേട്ടോ നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ലതാ. ഞങ്ങൾ പോലീസിന് മാത്രമല്ലടാ, പട്ടാളത്തിനെയും പണിയെടുത്തുന്നിരിക്കും എന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങളതിനെ കൊണ്ടുപോകാനായിട്ട് വന്നത്, കൊണ്ടുപോവുക തന്നെ ചെയ്യാം. ഇങ്ങനെ നിങ്ങളൊന്ന് ശ്രമിക്കുക. എടാ ജോജോ, ധ്രുവം പറഞ്ഞ കേട്ടില്ലേ, നമുക്കൊന്ന് ശ്രമിക്കാം അല്ലേ? അപ്പോൾ ഇവന്മാർ തമ്മിൽ പൂക്കുറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായിട്ടാണ്. അപ്പോൾ ശരിക്കും നമ്മുടെ അജിത്തും ജോജുവിനും അടി കിട്ടുകയും ചെയ്തു. എന്നിട്ട് ഇവന്മാർ 3 പേരുടെ ഓടി രക്ഷപ്പെടുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ കാണുന്നത് അജിത്ത് ജോജുവിനെ വിളിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്. എടാ, എന്തെങ്കിലും പറ്റുമോടാ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞാൽ ഇവർ വീണ്ടും അവരുടെ പുറകെ തന്നെ പോവാണ്. പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ ധരണി മേഡത്തിനെയാണ്. അപ്പോൾ വേണി പ്രശ്നം ഉണ്ടാക്കി എന്ന് പറഞ്ഞതനുസരിച്ച് ധരണി മേഡം ദേണ്ട ഓഫീസിലേക്ക് എത്തിയിരിക്കുകയാണ്. താനെന്താ വീണ്ടും പ്രശ്നം ഉണ്ടാക്കാൻ മനഃപൂർവ്വം വന്നിരിക്കുകയാണോ? മേഡം, ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല മേഡം. പ്ലീസ് മേഡം, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്കും മേഡം എന്ന് പറഞ്ഞു. മേഡം, എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ മേഡം ആദ്യം ഒന്ന് കേൾക്കണം. ഈ സ്റ്റേഷനിൽ തൻ്റെ ഷോ ഓഫ് വേണ്ട, മര്യാദയ്ക്ക് പോവാൻ നോക്ക് കേട്ടോ. അതായിരിക്കും തനിക്ക് നല്ലത്. മേഡം പറഞ്ഞാൽ ഞാൻ പോയിക്കോളാം. പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ മേഡം, എൻ്റെ ആദർശേട്ടന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മേഡത്തിനെ കൊണ്ട് സമാധാനം ഞാൻ പറയിപ്പിച്ചിരിക്കും മേഡം എന്ന് പറഞ്ഞു. ഈ വേണിയായി പറയണത്. പോലീസ് കസ്റ്റഡിയിലുള്ള തൻ്റെ ഭർത്താവിനെ എന്ത് സംഭവിക്കാൻ താൻ എന്തേ പറയണത്? എല്ലാവരോടും എൻ്റെ ആദർശേട്ടനെ കൊല്ലാൻ നോക്കുന്നോ? പോലീസ് കസ്റ്റഡിയിലുള്ള ഒരു പ്രതിയെ സംരക്ഷിക്കേണ്ടത് പോലീസിൻ്റെ ഉത്തരവാദിത്തമാണ്. ഞങ്ങൾ അയാളെ ഒരിക്കലും കൊല്ലാൻ ശ്രമിക്കില്ല. എങ്കിൽ പിന്നെ എൻ്റെ ആദർശേട്ടനെ കഴിക്കാൻ കൊടുത്ത ആഹാരത്തിൽ എന്തുട്ടിനാ വിഷം കലർത്തിയത്? അത് പറ. ആദർശന് ഇവിടുന്ന് നൽകിയ ഫുഡിൽ വിഷം കലർത്തിയെന്നോ? അതെ മേഡം, ശരിയാണ് ഞാൻ പറഞ്ഞത്. ആദർശേട്ടന് വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചത് ഈ സ്റ്റേഷനിലെ തന്നെ ഒരു പോലീസുകാരനാണ് മേഡം എന്ന് പറഞ്ഞു. ആ പോലീസുകാരനെ ചോദ്യം ചെയ്താൽ അപ്പം മേഡത്തിന് സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ മനസ്സിലാവും എന്ന് വേണി ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ കുറച്ച് നേരം നിന്നു. അതെ, ആദർശിന് കൊടുത്ത അതേ ആഹാരം എൻ്റെ ടേബിളിലേക്ക് കൊണ്ടുവരും. ലോക്കപ്പ് ഡ്യൂട്ടിയുടെ ചാർജ് ആർക്കായിരുന്നോ അയാളെ തന്നെ ആയിരിക്കണം ആ ഫുഡും കൊണ്ട് അങ്ങോട്ടേക്ക് വരേണ്ടത്. യെസ് മേഡം എന്ന് പറഞ്ഞു. എന്നിട്ട് ധരണി നേരകത്തേക്ക് കയറിപ്പോയി. ആ കൂടെ വേണിയും പോവാണ് കേട്ടോ. അപ്പം നമ്മുടെ ആദർശിന് കൊടുത്ത ഫുഡും അതുപോലെ തന്നെ ആ ആളെയുമായിട്ട് ദേണ്ട അങ്ങോട്ടേക്ക് കോൺസ്റ്റബിൾസ് കയറി വരികയാണ്. സാർ എന്ന് വിളിച്ചു കേട്ടോ. താൻ ചെന്ന് ആ സ്റ്റെല്ലിൽ കിടക്കുന്ന ആദർശിനെയും ആദർശിൻ്റെ കൂടെ കിടക്കുന്ന ആ പ്രതിയും കൂടി ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരൂ എന്ന് പറഞ്ഞു. അപ്പം അയാൾ ചെന്ന് അവരെ 2 പേരെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. അപ്പം വേണി ആദർശിനെ കണ്ടപ്പോൾ തന്നെ വേഗം ആദർശേട്ടാ എന്നൊക്കെ പറഞ്ഞ് എഴുന്നേറ്റു. ആദർശിന് ഇവർ തന്ന ഫുഡിൽ വിഷം ചേർത്തിട്ടുണ്ട് എന്ന് തോന്നാൻ എന്താ കാരണം? അത് പിന്നെ സർ, എനിക്ക് തന്ന ഫുഡ് ഞാൻ കഴിച്ചില്ല. എൻ്റെ കൂടെ സെല്ലുണ്ടായിരുന്ന ഇയാൾക്ക് ഞാൻ എൻ്റെ ആഹാരം നൽകി. ആഹാരത്തിൽ വിഷം കലർത്തിയിട്ടുണ്ടെന്ന് ആദർശിനോട് പറഞ്ഞത് ഇയാളാണോ എന്ന് ചോദിച്ചു. അപ്പം ചേട്ടാ, അവൻ വേഗം തന്നെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. ആഹാരത്തിൽ വേറെ എന്തോ ഒരു സ്മെല്ല് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് ഇദ്ദേഹം പറഞ്ഞിരുന്നു എന്ന് ആദർശ് ഇങ്ങനെ പറയുകയാണ് കേട്ടോ. നിങ്ങൾക്ക് വേറെ എന്ത് മണമാണ് ഫീൽ ചെയ്തത് എന്ന് ധരണി മേഡം ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ പോലീസുകാരനെ ഇങ്ങനെ നോക്കി, വേണ്ട, നിങ്ങൾ അയാളെ നോക്കണ്ട, നിങ്ങൾക്ക് എന്ത് മണമാണോ ഫീൽ ചെയ്തത് അത് നിങ്ങളെ പറ. അപ്പോൾ വേണി ഉടനെ ചേട്ടന് എന്തിട്ടാ തോന്നിയെന്ന് വെച്ചാൽ ധൈര്യമായിട്ട് അക്കാര്യം മേഡത്തിനോട് തന്നെ പറഞ്ഞു കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ അവിടെ നിന്നിട്ട് ഈ സാറിന് കൊടുത്ത ആഹാരത്തിൽ വിഷം ചേർത്തിട്ടുണ്ടായിരുന്നു മേഡം എന്ന് പറഞ്ഞു. അപ്പം ഉറപ്പിച്ച് പറയാം, ആ മണം തന്നെയാണ് മേഡം എനിക്ക് കിട്ടിയത്, ഉറപ്പാ. അപ്പോൾ ഈ ആളുടെ കാര്യത്തിൽ എന്തോ ഒരു ഡൗട്ട് ധരണിക്ക് വന്നിട്ടുണ്ട്. പക്ഷേ എങ്കിൽ എവിടെയോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഫുഡ് കയ്യിലെടുത്തു. അപ്പോൾ വേഗം തന്നെ ധരണി മേഡം എഴുന്നേറ്റിട്ട് ഈ കോൺസ്റ്റബിളിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അല്ല,
നിങ്ങൾക്കായിരുന്നോ വൈകുന്നേരം നിങ്ങൾക്ക് ലോക്കപ്പ് ഡ്യൂട്ടി ആയിരുന്നില്ലല്ലോ തന്നിരുന്നത്? അല്ല മാഡം, ആയിരുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്തിനാ നിങ്ങൾ ലോക്കപ്പ് ഡ്യൂട്ടി ചോദിച്ചു വാങ്ങിയത്? അത് പിന്നെ മാഡം എന്നൊക്കെ പറഞ്ഞ് ഇയാൾ പെപ്പെ വയ്ക്കുക. ആദർശിന് നിങ്ങൾ കഴിക്കാൻ വാങ്ങിക്കൊടുത്ത ആഹാരം ഇത് തന്നെയല്ലേ? അതെ മാഡം, ഇത് തന്നെയാണ്. കഴിക്കുക എന്ന് പറഞ്ഞു. മാഡം അത് പിന്നെ ആഹാരം കഴിക്കാനാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാളൊന്ന് പരിങ്ങി കേട്ടോ. കഴിക്കടോ മാഡം, പ്ലീസ് മര്യാദയ്ക്ക് കഴിച്ചോ, ഇല്ലെങ്കിൽ ഞാൻ തന്നെ കൊണ്ട് നിർബന്ധിച്ച് ഞാൻ കഴിപ്പിക്കും. എന്തേ? അപ്പോൾ അയാൾ വേഗം തന്നെ ആ പൊതി തുറന്ന് വേഗം കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കഴിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടപ്പം ഇവർക്കെല്ലാവർക്കും അതിശയം തോന്നി. ഇതെന്താ ഇയാൾ ഇങ്ങനെ ആക്രാന്തം പിടിച്ച് കഴിക്കണത് എന്ന് കണ്ടപ്പോഴത്തേനും മതി എന്ന് പറഞ്ഞു. അല്ല, ഇപ്പം മനസ്സിലായല്ലോ അല്ലേ? വിഷമുണ്ടായിരുന്നെങ്കിൽ ഇപ്പം ഇയാളിവിടെ ജീവനോടെ ഉണ്ടാവുമായിരുന്നില്ലല്ലോ അല്ലേ? അല്ല മാഡം, അതിൻ്റെ കാരണം എന്താണെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. പക്ഷേ ആദർശന് കൊടുത്ത ആഹാരത്തിൽ വിഷം കലർത്തിയിട്ടുണ്ടായിരുന്നു, അത് ഉറപ്പാ. മിണ്ടി പോകരുത് എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം തന്നെ വേണി ആകതായി. നിന്റെ കൺമുന്നിൽ വച്ച് അതേ ആഹാരം ഇയാൾ കഴിച്ചില്ലേ? ആ കഴിച്ചു എന്ന് വേണി സമ്മതിച്ചു. വിഷം കഴിച്ചാൽ ഒരു കുഴപ്പമില്ലാത്ത ഒരാൾക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? പറയാം. അപ്പോൾ വേണിക്ക് ഉത്തരവില്ല. വേണി മിണ്ടാതെ നിന്നു കേട്ടോ. അപ്പോൾ ഇയാളിങ്ങനെ നിൽക്കുകയാണ്. മാഡം, പക്ഷേ ഇതിലെന്തോ ഒരു ചതി നടന്നിട്ടുണ്ട് മാഡം, ഉറപ്പായിട്ട് നടന്നിട്ടുണ്ട് സാർ. ഇയാൾ ചിലപ്പോൾ ഈ ആൾ ആഹാരം മാറ്റിയെടുത്തിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റില്ലല്ലോ മാഡം. ആദർശിന് കൊടുത്ത ആഹാരം അയാൾ എന്തിനു മാറ്റണം? പറയാം, എന്തിനു മാറ്റണം? ഇയാൾക്കറിയായിരുന്നോ ഞാൻ ഇയാളോട് ആഹാരം കഴിക്കാൻ പറയുമെന്ന്? ഇയാൾ മുൻകൂട്ടി കണ്ടോ? അതോ ഞാനോട് ചേർന്നിട്ടാണ് ഇതൊക്കെ ചെയ്തതെന്നാണോ ഇനിയിപ്പം നിങ്ങൾ പറഞ്ഞു വരുന്നത്? അപ്പോൾ ഒന്നും മിണ്ടുന്നില്ല. മാഡം, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല മാഡം. പക്ഷേ ഇതിലെന്തോ ഒരു തിരിമറി നടന്നിട്ടുണ്ട്, അത് ഉറപ്പാ മാഡം എന്ന് പറഞ്ഞു. വേണ്ട, ബാങ്കിന് 25 കോടി പറ്റിച്ച ഭർത്താവിനെ വെള്ള പൂശാൻ വേണ്ടിയിട്ട് ഇത്തരം നാടകങ്ങൾ എൻ്റെ മുന്നിൽ ഇറക്കരുത് എന്ന് പറഞ്ഞു. മാഡം പ്ലീസ് മാഡം, ഞാൻ പറയുന്നത് മാഡം ഒന്ന് മനസ്സിലാക്കുക, ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞു. അപ്പം വേണി ഒന്നും മിണ്ടിയില്ല. ഇറങ്ങിപ്പോവാനാണ് നിന്നോട് പറഞ്ഞത്. അപ്പം വേണി ഒന്നും മിണ്ടിയില്ല. ആ വേണി ഇങ്ങനെ നിന്ന് കുറച്ച് നേരം. എന്നിട്ട് മാഡം, ഞാൻ പറയുന്നത് വേണ്ട, നീ ഇനി ഒന്നും പറയണ്ട, എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കറിയാം. അവസാനം ആദർശിനെ വളരെ ദയനീയമായിട്ട് നോക്കിയിട്ട് വേണി അങ്ങ് ഇറങ്ങിപ്പോവാണ് കേട്ടോ. ഇത് കണ്ടപ്പോഴത്തേനും ഇവരും ആ ഫുഡും കൊണ്ട് അങ്ങോട്ടേക്ക് ഇവരെ സെല്ലിലാക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ആദർശിനെയും ഇയാളെയും കൂട്ടിക്കൊണ്ട് കോൺസ്റ്റബിളും അങ്ങോട്ടേക്ക് മാറി. പക്ഷേ എങ്കിൽ ധരണി മാഡത്തിന് എവിടെയോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഫീൽ ചെയ്തു. എന്തുകൊണ്ടായിരിക്കും അവർ അങ്ങനെ പറഞ്ഞത്? എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ എന്നൊക്കെ ഒരു തോന്നൽ എവിടെയോ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദർശിനുമായിട്ട് ഫുഡിൽ അവരെ രണ്ടുപേരെയും സെല്ലിൽ കെട്ടിട്ടോ. എന്നിട്ട് അദ്ദേഹം വീണ്ടും പറയുകയാണ്, സാറിൻ്റെ ആഹാരത്തിൽ വിഷം ചേർത്തിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ഭാര്യ സംശയിച്ചത് ശരിയാട്ടോ സാറേ. ആ ആഹാരം കേട്ടോ പോലീസുകാരെ ഇപ്പം കഴിച്ചിരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് പണി തരാൻ ഏതോ ഒരു വമ്പന്മാരെ ഉദ്ദേശിക്കുന്നുണ്ട്. ജീവനോട് നിങ്ങളെ കോടതിയിലെത്താൻ ഇവർ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നണില്ല സാറേ, അത് ഉറപ്പാ എന്ന് പറഞ്ഞ് അയാളങ്ങ് പോയി കിടന്നു കേട്ടോ. എന്നിട്ടും ധരണിക്ക് എന്തോ ഒരു സംശയം പോലെ ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ വേണിയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് ആളിങ്ങനെ ഒരു നിശബ്ദയായി പോയി കേട്ടോ. ഇനി എന്ത് ചെയ്യും? എന്താ തനിക്ക് ചെയ്യാൻ പറ്റണത്? മഹാദേവനെ സഹായത്തിന് വിളിച്ചിട്ട് മഹാദേവനോട്ട് സഹായിച്ചതുമില്ല. വേണി ആകെ ധർമ്മസങ്കടത്തിലായി. പിന്നെ നമ്മൾ കാണുന്നത് മഹാദേവനെയാണ്. മഹാദേവൻ വക്കീലിനെ വിളിക്കുകയാണ് കേട്ടോ. കുഴുത്തുരുമ്പിനെ, എടോ കുഴുത്തുരുമ്പ് വക്കീലേ, കാര്യങ്ങളൊക്കെ എന്തുട്ടായടോ? ഒന്നും ആയിട്ടില്ല. ഒന്നും ആയിട്ടില്ല എന്നോ? അപ്പം ആ ധ്രുവനെയും കൂട്ടരെയൊന്നും പോലീസ് ഒരുവരെ അറസ്റ്റ് ചെയ്തില്ലേ? എൻ്റെ സാറേ, എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ഇപ്പം അറസ്റ്റ് ചെയ്യും, എവിടെ പോലീസ് എല്ലായിടത്തും വലവരിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് പറയണത്. പക്ഷേ ഒരു കാര്യമില്ല കേട്ടോ. അതെ എടോ, അത് ശരിയാവണ കളിയൊന്നും അല്ലട്ടോ വക്കീലേ. എന്താന്ന് വെച്ചാൽ അറിയാലോ അല്ലേ, ആ ധ്രുവനെയും അവൻ്റെ കൂട്ടുകാരെയും പോലീസിൻ്റെ കൈ കിട്ടാണ്ട് എനിക്കൊരു മനസമാധാനം ഇല്ലടോ. അല്ല അതിനിപ്പം നമ്മൾ എന്ത് ചെയ്യാനാ എൻ്റെ പൊന്ന് സാറേ? എന്തുട്ടാ ചെയ്യാൻ പറ്റുകയെന്നോ? എടോ താനൊരു കാര്യം ചെയ്യുക, നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. പോലീസിനെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കണം. മനസ്സിലായോ തനിക്ക്? താനേ ആ ചെക്കൻ്റെ ഫോട്ടോ വേഗം തന്നെ ഒന്ന് സംഘടിപ്പിക്കുക. എന്നിട്ട് ആ ഫോട്ടോ നമ്മുടെ ടീംസിൻ്റെ കയ്യിൽ കൊടുക്കണം. മനസ്സിലാവുന്നുണ്ടോ തനിക്ക് എന്ന് ചോദിച്ചു.
പോലീസ് തപ്പിയിട്ട് കിട്ടാത്തവനെ നമ്മുടെ പിള്ളേർ അല്ലെങ്കിൽ നമ്മുടെ ടീംസ് പൊക്കിയിരിക്കും. താന് അതിന് വേണ്ട ഏർപ്പാട് എന്താണെന്ന് വെച്ചാൽ ചെയ്യടോ. ശരി സാറേ, അത് ഇപ്പം തന്നെ ചെയ്യാം. ഫോട്ടോ ഒക്കെ ഞാൻ ഇപ്പം തന്നെ സംഘടിപ്പിക്കാം. കാര്യങ്ങളൊക്കെ അപ്പം എന്നെ അറിയിക്കണം കേട്ടോ. ഉവ്വ എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ താൻ ഫോൺ വെച്ചോ. മഹാദേവൻ ഇതെല്ലാം സംസാരിക്കുന്നത് മറ്റൊരാൾ കേൾക്കുന്നുണ്ട്. മറ്റാരുമല്ല കേട്ടോ, നമ്മുടെ ഗംഗ. ഇതെല്ലാം കേട്ട് വയ്ക്കുകയാണ്. ഗൗരിക്ക് ഈ വീട്ടിൽ മനസമാധാനം കൊടുത്തിരുന്നെങ്കിൽ ദേവമാമയ്ക്ക് ഇങ്ങനെ ഇപ്പം ടെൻഷൻ അടിക്കേണ്ടി വരുമായിരുന്നോ? അനുഭവിക്കും എന്നൊക്കെ പറഞ്ഞ് ഗംഗ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. ആഹാ, എന്തായാലും അതെ, ആ കുഴുത്തുരുമ്പ് വക്കീല്, ആ വക്കീലിനെ കൊണ്ട് ശംഖുവിൻ്റെ പേരിൽ എൻ്റെ പ്രണയലേഖനം എഴുതിപ്പിച്ചത് ഇതേ ദേവമാമ തന്നെയല്ലേ? ആ വക്കീലിനുള്ളത് ഞാൻ പിന്നെ കൊടുത്തോളാം. പക്ഷെ ദേവമാമയ്ക്കുള്ള ഒരു ചെറിയ പണി എപ്പം തന്നെ കൊടുത്തേക്കാം, ഒരു ഡോസ്. അപ്പം നേരെ ഗംഗ മഹാദേവൻ്റെ അടുത്തേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. ആ ദേവമാമേ, എന്ത് പറ്റി ദേവമാമേ? എന്ത്? ഒന്നുമില്ല മോളെ. അതല്ലല്ലോ. സത്യമായിട്ടും ഒന്നുമില്ല മോളെ. അങ്ങനെ അല്ലല്ലോ ദേവമാമേ. ദേവമാമയ്ക്ക് എന്തോ കാര്യമായ ടെൻഷനുണ്ടെന്ന മുഖം കണ്ടാൽ തന്നെ അറിയാലോ. ഇല്ലെന്നേ, നീ പോ ചുമ്മാ. ദേവമാമയ്ക്ക് ഒരു ടെൻഷനും ഇല്ല. ദേവമാമ ഹാപ്പിയാ. അപ്പം ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുക. ദേവമാമേ, എൻ്റെ കണ്ണിൽ തന്നെ നോക്കിക്കേ. പിന്നെന്താ? അപ്പോൾ വേഗം തന്നെ അഭിനയിച്ച് ചിരിക്കുകയാണോ കരയുകയാണോ എന്നറിയില്ല. ആ രീതിയിലാണ് മഹാദേവൻ്റെ നോട്ടം. അയ്യോ നോക്ക്, ദേവമാമയ്ക്ക് ഒരു ടെൻഷനും ഇല്ല. മനസ്സിലായില്ലേ? ഹൈ, എന്നെ വിശ്വസിക്കുക. എന്താ മോളെ നീ ഇങ്ങനെ തുറപ്പിച്ച് നോക്കണത്? ദേവമാമേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഗൗരി ഇഷ്യൂവിൽ ദേവമാമയ്ക്ക് എന്തെങ്കിലും പങ്കുണ്ടോ? അതെന്ത് ചോദ്യം മോളെ? മോളെന്താ ഈ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്ന് ചോദിച്ചോ. നിനക്കറിയാലോ, എൻ്റെ മരുമോളായിട്ടല്ല കേട്ടോ, സ്വന്തം മോളായിട്ടോ ഗൗരിയെ ഞാൻ കണ്ടിരിക്കണത്. അതുകൊണ്ടാട്ടോ ആ ദേവമാമയോട് തന്നെ നിനക്ക് ഇങ്ങനെ ചോദിക്കാൻ തോന്നിയല്ലോ. എൻ്റെ പൊന്ന് ഗംഗമോളെ, കഷ്ടം കേട്ടോ. ദേവമാമ പറഞ്ഞത് ഞാൻ വിശ്വസിക്കാം. പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ, ദേവമാമയ്ക്ക് എന്തെങ്കിലും ഇതിൽ പങ്കുണ്ടെന്നറിഞ്ഞാൽ, ശങ്കർ അറിഞ്ഞാൽ പിന്നെ അവൻ വെറുതെ ഇരിക്കില്ല. അറിയാലോ അല്ലേ? ഞാനൊന്ന് ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ എന്നൊരു ഡോസ് കൊടുത്തിട്ട് ഗംഗ അകത്തേക്ക് കയറിപ്പോവാണ്. അപ്പോഴേക്ക് വീണ്ടും പുകയാൻ തുടങ്ങി. എന്നെ അങ്ങനെ കുഴി ചാടിച്ചിട്ട് ആ ഗാങ്സ്റ്റർ തമ്പി അയാളെ സുഖിച്ച് കഴിയുക. എനിക്ക് ഓർക്കാൻ പറ്റണില്ല. വീണ്ടും മഹാദേവന് എരുതിയിൽ എണ്ണ ഒഴിച്ചിട്ട് അപ്പുറത്ത് മാറി നിന്ന് ഗംഗ നോക്കി നിന്ന് ചിരിക്കുകയാണ്. പിന്നെ കാണും നമ്മുടെ ഗാങ്സ്റ്റർ തമ്പിനെയാണ്. അപ്പോൾ തമ്പി വീണ്ടും ഇങ്ങനെ നടക്കുക. വിശന്നിട്ട് പാടില്ല. എൻ്റെ പൊന്നോ, ഇനിയിപ്പോൾ എന്താ ചെയ്യാം? വിക്രമൻ വിചാരിച്ച ഫുഡ് കിട്ടും. വിക്രമൻ തമ്പി അണ്ണനെ കുത്തി ഇളക്കി വിട്ടാൽ തമ്പി അണ്ണൻ എന്താണെങ്കിലും വാട്ടർ ഡയലോഗ് അടിക്കുക. അപ്പം തന്നെ ട്യൂബ് അണിയും. തമ്പി അണ്ണൻ അടിയും കിട്ടും, നമുക്ക് ഫുഡും കിട്ടും. എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? അപ്പോൾ വീണ്ടും വിക്രമനും ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. എൻ്റെ തമ്പിയണ്ണ, എന്താടാ പേടിപ്പിക്കല്ലേ? നമ്മുടെ പിള്ളേരാകെ ദുഃഖത്തിലാണ്. അതിന് അടി കൂടുതൽ കിട്ടുന്നത് എനിക്കല്ലേ, പിന്നെന്താ ദുഃഖം? അതാണ് അവരുടെ ദുഃഖം. അപ്പോൾ എനിക്ക് കിട്ടാത്തതല്ലേ അവരുടെ ദുഃഖം. അണ്ണന് വേണ്ടി ഇനി അവരോട് സംസാരിക്കുന്നതേ ഞങ്ങളായിരിക്കും കേട്ടോ അണ്ണാ. എൻ്റെ പൊന്നോ, എന്ത് സംസാരിക്കാൻ? എൻ്റെ പൊന്ന് വിക്രമ, നീ അടങ്ങിയിരിക്കുന്നുണ്ടോ? ഞങ്ങളുടെ അണ്ണൻ്റെ ആൾക്കാരാണെന്നേ അവൻ അറിയണം. എൻ്റെ പൊന്ന് വിക്രമ, വേണ്ടടാ, വാടാ എന്ന് പറഞ്ഞ് ഇവന്മാരെ രണ്ടുപേരെയും കൂടെ വിളിച്ചു. എന്നിട്ട് വെല്ലുവിളിക്കുകയാണ് വീണ്ടും. അപ്പോൾ ട്യൂബ് അണഞ്ഞോന്ന് ഇങ്ങനെ ഒരു കസേരയുടെ മറവിൽ കയറിക്കുക. എടാ നിനക്കൊക്കെ ഭ്രാന്താണോ? എടാ ട്യൂബ് ഇപ്പോൾ അണയോന്ന്, ഇടി കിട്ടൂടാ, വേണ്ടടാ എന്ന് പറഞ്ഞു. എടാ ധൈര്യമുള്ളവനാണെങ്കിൽ, തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ വാടാ, ഞങ്ങളുടെ അണ്ണനെ ഒന്ന് തൊട്ട് നോക്കടാ, ഞങ്ങളുടെ അണ്ണൻ തമ്പിയണ്ണനെ ഒന്ന് തൊട്ട് നോക്കടാ നീ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പതേ വീണ്ടും ട്യൂബ് അണഞ്ഞു. എന്താണെങ്കിലും അപ്പതേ മറ്റാരുമല്ല, നമ്മുടെ ശങ്കർ ഭായി തന്നെ ഗാങ്സ്റ്റർ തമ്പിനെ പിടിച്ചുകൊണ്ട് നിൽക്കുക. അയ്യോ എൻ്റെ പൊന്നോ, ഒരു ഒടുക്കത്തെ പിടുത്തായിപ്പോയി. അപ്പോൾ കഴുത്തും കൈയുമെല്ലാം ശങ്കർ ഭായിയുടെ കയ്യിൽ. ആളൊരു വിജയ് ഫാനാണെന്നാണ് തോന്നുന്നത് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ വിജയെ പോലെ കണ്ടോ, നമ്മുടെ തമ്പിയണ്ണനെ ലോക്ക് ചെയ്ത് പിടിച്ചേക്കുന്ന കണ്ടോ? എടാ പെണ്ണാക്കമാടാ, എന്തെങ്കിലും പറഞ്ഞാൽ ഈ തമ്പിയണ്ണനെ ഇതിൽ നിന്ന് ഊരിയെടുക്കടാ എന്ന് പറഞ്ഞു. അപ്പോൾ ശങ്കു, എടാ തമ്പിയണ്ണ, താനാൾ കൊള്ളാലോടോ. താന് ഈ ശങ്കർ മഹാദേവൻ്റെ പെണ്ണിനെ ഉപദ്രവിക്കാൻ നോക്കുമല്ലേടോ?
എൻ്റെ പൊന്ന് സാറേ, ഇപ്പൊ കാര്യം എനിക്ക് പിടികിട്ടി. എൻ്റെ പൊന്ന് സാറേ, എനിക്കൊന്നും അറിയില്ല. സാറിൻ്റെ അച്ഛനും വക്കീലെ നിർബന്ധിച്ച കൊണ്ട് മാത്രം കേട്ടോ. സത്യം എൻ്റെ പൊന്ന് സാറേ, ഒരു പെണ്ണിനെയും ഇനി തമ്പിയാണൻ ഉപദ്രവിക്കില്ല. എടാ ഒന്ന് തൊഴുത് പറയടാ. സത്യം ഇന്ന് വിക്രമൻ. ദേ ഇന്ന് മുതലേ പെണ്ണുങ്ങളുടെ കാര്യത്തിൽ ഈ തമ്പിയാണൻ പൊളിറ്റിക്കലി കറക്റ്റ് ആയിരിക്കും. പറഞ്ഞോട് ഞങ്ങളും കറക്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു. എൻ്റെ പൊന്ന് സാറേ, ഞങ്ങളുടെ തമ്പിയേട്ടനെ ഒന്നും ചെയ്യല്ലേ, ഒന്നും വിടണേ, ഞങ്ങൾ അനാഥരായി പോവും എന്ന് പറഞ്ഞു. സാറേ, തമ്പിയേട്ടൻ ആളൊരു ഗ്യാങ്സ്റ്റർ ആണെങ്കിലും പുള്ളി ഒരു മണ്ടനോടിയാ. നിൻ്റെ അച്ഛൻ ആ ഒരു പരിഗണന കൊടുക്കണം സാറേ എന്ന് പറഞ്ഞു. അവസാനം ശംഖു കൈവിട്ടു കേട്ടോ. രക്ഷപ്പെട്ടു എൻ്റെ പൊന്നോ. തൽക്കാലം ഞാൻ ഈ തമ്പിയേട്ടനോട് ക്ഷമിക്കാൻ ഈ ശങ്കർബായി സമ്മതിച്ചു കേട്ടോ. എൻ്റെ ഭാര്യയുടെയും മക്കളുടെയും ഭാഗ്യം. എന്നാൽ സാറേ ഞങ്ങൾ പൊക്കോട്ടെ. അപ്പോൾ വേഗം തന്നെ ഒരു കാര്യം ചെയ്യാം. നിങ്ങൾ എന്താണെങ്കിലും കുറച്ച് ദിവസം ഇവിടെ ഈ ഗ്യാങ്സ്റ്ററും കൂട്ടരും ഇവിടെ തന്നെ കഴിയണം. അപ്പോൾ വേഗം തമ്പി, എനിക്കും എൻ്റെ പിള്ളേർക്കും സമ്മതം അല്ലെങ്കിലോ എൻ്റെ കയ്യിൽ നിന്ന് നല്ല കിലുക്കട്ട കിട്ടും. എന്തേ വേണോ എന്ന് ചോദിച്ചു. അപ്പോൾ തമ്പിയെണ്ണം മിണ്ടാകാൻ നിൽക്കുകയാണ്. അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.